നമ്മൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? ഇസ്രായേലിന് മേൽ ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇസ്രായേലിൻ്റെ ഊഴമാണോ? ഇസ്രായേൽ തിരിച്ചടിക്കുമോ? അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുമോ? ഏറ്റവും ഒടുവിൽ ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞ് ഒരു മഹായുദ്ധത്തിന് ഇതെല്ലാം തന്നെ കാരണമാകുമോ? എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാമാണ് അതിൻ്റെ കാരണങ്ങൾ? അതിൻ്റെ എല്ലാം പേടിപ്പെടുത്തുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? വിശദമായി തന്നെ പരിശോധിക്കാം. ബാക്ക് ടു എഫ് വേൾഡ് of Lugia. രണ്ട് രാജ്യങ്ങൾ പരസ്പരം വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുമോ എന്ന് ഭയപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ കുറച്ചധികം മോശമാണ്. ഇതിനോടകം തന്നെ ഇറാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ 13 ഏറെക്കുറെ 170-ലധികം വരുന്ന ഡ്രോണുകളും 30ഓളം ക്രൂയിസ് മിസൈലുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിന് നേർക്ക് തൊടുത്തു വിട്ടത്. എന്നാൽ അതിൻ്റെ 99% ഇസ്രായേലിൻ്റെ ഡിഫൻസും അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കയുടെയും മറ്റു സേനകളുടെയും ഒക്കെ ഡിഫൻസ് സമ്പ്രദായം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും അവർ ചെറുത്ത് നിൽപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇറാൻ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. ഇനി ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും. വ്യത്യസ്ത രാജ്യങ്ങൾ അതിലേക്ക് വരുന്നതായിരിക്കും. സഖ്യരാജ്യങ്ങളൊക്കെ കൂടി ചേർന്ന് ലോകം രണ്ട് ചേരികളായി പോലും തിരിഞ്ഞു വലിയൊരു യുദ്ധത്തിലേക്ക് അത് നീങ്ങാനുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതകളുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേർക്ക് ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെ നടത്തിയിട്ടുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ ശക്തമായിട്ടുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളൊക്കെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെതന്യാഹു ഒക്കെ മുൻപേ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും തകർത്ത് കളയണം എന്നുള്ള പ്രസ്താവനകൾ പോലും പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പല കാലങ്ങളിലായിട്ട് ഇസ്രായേലിന് നേർക്ക് പലതരത്തിലുള്ള സംഘടനകളും രംഗത്തേക്ക് വരാറുണ്ട്. പലതരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷനുകളൊക്കെ തന്നെയും നടക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെയും പിന്നാമ്പുറം പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാൻ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് വലിയ തോതിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ ഇത്രയും കാലം ഇറാൻ പൂർണ്ണമായിട്ടും ഇസ്രായേലിന് നേർക്കുള്ള ഒരു ഷാഡോ വാറിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ മറ നീക്കി പൂർണ്ണമായിട്ടും പുറത്തു വന്നിരിക്കുകയാണ് എന്നീ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലേക്ക് വഴി തെളിച്ചതാകട്ടെ ഏപ്രിൽ 1 ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമസ്കസിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ കോൺസുലേറ്റ്, ഇറാന്റെ എംബസിക്ക് നേർക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലേറെക്കുറെ 16ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ ഇറാന് വളരെയധികം വേണ്ടപ്പെട്ട അവരുടെ സീനിയർ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ഹാജി റഹീം ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ എലൈറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഖുദ് ഫോഴ്സിൻ്റെ മുഹമ്മദ് റാസ സഹിദി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹം തന്നെയാണ് ഹിസ്ബുള്ള പോലെയുള്ള ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുടെ ഒരു കൗൺസിൽ മെമ്പറായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ ഇറാൻ്റെ ഇൻ്റർനാഷണൽ ഫോഴ്സിൻ്റെ ഒക്കെ തന്നെ ചുമതല ഉണ്ടായിരുന്നത്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെയും വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാതിനിധ്യമുള്ള ആളുകൾ തന്നെയാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അതിക്രമത്തിനെതിരായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി നൽകും, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പലകുറി ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ UN പോലും കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. അതിൻ്റെ അനന്തരഫലമായിട്ട് ഇറാൻ്റെ UN വക്താവ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് UN കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ്. അതിനെല്ലാം ശേഷമാണ് ഏപ്രിൽ 13 ഏറെക്കുറെ 170-ലധികം വരുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ശക്തമായ ഒരു അതിക്രമം തന്നെ അഴിച്ചുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ശക്തമായിട്ടുള്ള ഡിഫൻസ് സമ്പ്രദായമുള്ള രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ അയൺ ഡോം അതുപോലെ തന്നെ ആരോ എന്നൊക്കെ പറയുന്ന ഡിഫൻസ് സമ്പ്രദായങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ അവർക്ക് നേർക്ക് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള വെല്ലുവിളികളെയും ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന് തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇസ്രായേൽ
ഇസ്രായേലിനുണ്ടായിരുന്നു. അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഈ ഒരു പ്രതിരോധത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനെതിരായിട്ട് അതിൻ്റെ ഒരു ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷ് സൈന്യവും ഇസ്രായേലിന് നേർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്ന ഇറാൻ്റെ മിസൈലുകളെ തകർക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഋഷി സുനക് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇവിടെ ഒരു ആകത്തുക നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ശക്തമായ നിലയിലുള്ളൊരു ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയിട്ടുള്ളത് എങ്കിൽ കൂടെയും കൃത്യമായി അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നതിനാൽ സാധ്യമായിട്ടുണ്ട്. 99% ഈ ഒരു ആക്രമണത്തെ പൂർണ്ണമായിട്ടും ഇതിലൂടെ ചെറുത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഇനി എന്തായിരിക്കും സംഭവിക്കുക? ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിനെതിരായിട്ട് ഇറാന് നേർക്ക് ശക്തമായ നിലയിൽ തിരിച്ചടിക്കുമോ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇറാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്, ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമസ്കസിലെ ഞങ്ങളുടെ എംബസി തകർത്തിട്ടുള്ള ഇസ്രായേലിൻ്റെ ആ മിലിറ്ററി ഫോഴ്സിനെ പൂർണ്ണമായിട്ടും മിലിറ്ററി ഫെസിലിറ്റീസിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിജയം കൈവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതിനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ നിരാകരിക്കുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. മിലിറ്ററി ഫെസിലിറ്റീസിനൊന്നും യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഞങ്ങൾ നൽകും, അത് എപ്പോൾ വേണമെങ്കിലും ആകാം, സാഹചര്യം നോക്കി കൃത്യമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ നിലവിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു പ്രതിരോധത്തിനെല്ലാം അമേരിക്ക ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നു, മറ്റു വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഇറാന് നൽകുന്ന അവസരത്തിലും ഈ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഇസ്രായേലിന് കൂടെ നിൽക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇറാൻ ഇസ്രായേലിന് നേർക്ക് ശക്തമായ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹുവും ഫോണിൽ ഏറെക്കുറെ 15 മിനിറ്റോളം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അമേരിക്കക്ക് പറയാനുള്ളത്, എല്ലാം ഇതോടുകൂടി അവസാനിച്ചു, നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം കാണിച്ചു, അതിനെതിരായിട്ട് ഇറാൻ തിരിച്ചടിച്ചു, ഏറെക്കുറെ 1-1 സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇനി ഇസ്രായേൽ തിരിച്ച് ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തിരിച്ചടിക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തും നിന്നും പുറത്തുനിന്നും ഒക്കെ ആയിട്ട് വലിയ തോതിലുള്ള പ്രഷർ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മേൽ വലിയ തോതിൽ വരുന്നുണ്ട്. സ്വാഭാവികമാണ്, നമ്മുടെ രാജ്യത്തിന് നേർക്ക് ഏതെങ്കിലും തൊട്ടടുത്തൊരു രാജ്യം ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തിരിച്ചടിച്ചിട്ടില്ല എങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രഷറിലൂടെയൊക്കെ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങാനും ഇസ്രായേൽ ഇറാന് നേർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ യുദ്ധത്തിന് തന്നെ തുടക്കം കുറിക്കുകയായി, ഒരു തുറന്ന യുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുകയായി. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്നത് അറബ് രാഷ്ട്രങ്ങളിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആർമിയുള്ള രാജ്യമാണ്. ഇസ്രായേലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ മിലിറ്ററി ഫോഴ്സ് വലിയ തോതിൽ തന്നെ കൂടുതലാണ്. പക്ഷേ വ്യത്യസ്ത തരത്തിലുള്ള എക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ, മോഡേൺ വെപ്പണുകളുടെ കാര്യത്തിലും ഡിഫൻസിൻ്റെ കാര്യത്തിലുമൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുന്നിൽ വലിയ തോതിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. പല രാജ്യങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ പോലും മേടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ വ്യോമസേനയിലും ഇറാനേക്കാൾ ഏറെ മുന്നിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാനും ഇസ്രായേലിനും ഇടയിൽ വലിയ തോതിലുള്ള ദൂരമുണ്ട്. രണ്ടും അതിർത്തി പരസ്പരം പങ്കിടുന്ന രാജ്യങ്ങളൊന്നുമല്ല. അതിനാലൊക്കെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ശക്തമായിട്ടുള്ള വ്യോമസേന ഉണ്ടെങ്കിൽ പോലും അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള യുദ്ധവിമാനങ്ങളും മറ്റൊക്കെ പല രാജ്യങ്ങളുടെയും എയർ സ്പേസിലൂടെ വേണം ഇറാനിലേക്ക് നേരെ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ, എങ്ങാനും ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിന് എയർ സ്പേസ് തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളോടുകൂടെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നൊരു കാര്യത്തിലേക്കാണ് ഇറാൻ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആകത്തുക നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അമേരിക്കയാണെങ്കിലും UN ആണെങ്കിലും ഒക്കെ പറയുന്നത് ഏറെക്കുറെ ഒരു സമാസമമായിട്ടുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഒരു ആക്രമണം ചെയ്തു, അതിനെതിരായിട്ട് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു, എല്ലാം ഇതോടുകൂടെ തന്നെ അവസാനിപ്പിക്കണം എന്നൊരു നിലപാടാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ തന്നെ ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങാനും ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒക്കെ ഉണ്ടാകാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും അത് പിന്നീട് എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് ഒരു മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഓസ്ട്രിയയുടെ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡ് കൊല്ലപ്പെട്ടതിന് ശേഷം ഓസ്ട്രിയയും ഹംഗറിയും നടന്നിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇനി 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ
നോക്കുമ്പോൾ നാസി ജർമ്മനി പോളണ്ട് ആക്രമിച്ചതോട് കൂടിയിട്ടാണ് ജർമ്മനിക്കെതിരായിട്ട് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ രംഗത്തേക്ക് വരുന്നത്. പിന്നീടാണ് അതൊരു വലിയ യുദ്ധത്തിലേക്ക്, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്നെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ തന്നെ അനന്തരഫലം എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള യുദ്ധം കൊണ്ട് നേടിയത് എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള നിർധരരായിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്കാണ് ഈ ലോക യുദ്ധങ്ങൾ കാരണമായിട്ട് മരണം സംഭവിച്ചിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശക്തമായ നിലയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക മുന്നിട്ടിറങ്ങുന്നതായിരിക്കും. ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക കൂടെ ഇസ്രായേലിനൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ റഷ്യ പൂർണ്ണ പിന്തുണ ഇറാന് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് അവർ മുൻപേ കൂട്ടി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലോകം രണ്ട് ചേരിയായിട്ട് ഈ ഒരൊറ്റ കാര്യത്തോടു കൂടി തന്നെ മാറുന്നതായിരിക്കും. പിന്നീട് അങ്ങോട്ട് വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെയും ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വരുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്ത രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് അവരുടെ കൂടെ ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള അമേരിക്കൻ വിരോധമുള്ള ചൈനയും ഈ ഒരു ഇറാൻ്റെ സഖ്യത്തിൽ അല്ലെങ്കിൽ ഇറാനോട് ചേരാനുള്ള സാധ്യതകളാണ് അവിടെയും നിലനിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യം, അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു എന്നൊരൊറ്റ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളും അവിടെ നടക്കാനുള്ള സാധ്യതകൾ നമുക്കിപ്പോൾ തന്നെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊക്കെ തന്നെയും പരസ്പരം ആണവായുധങ്ങൾ ഉപയോഗിച്ചേക്കും. അത് പൂർണ്ണമായിട്ടും മനുഷ്യരാശിയെ പോലും തുടച്ചു നീക്കുന്ന നിലയിലേക്ക് പോലും മാറി വരുമെന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ കയ്യിൽ ഓൾറെഡി ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കാര്യം ഒരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ കയ്യിലും ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഭയം വിതക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എങ്ങാനും ഇത്തരത്തിലൊരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ, അതിൽ ഇത്തരത്തിലുള്ള ആണവായുധങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ, പിന്നീട് നാലാം ലോക മഹായുദ്ധം എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ അവിടെ മനുഷ്യർ പരസ്പരം കല്ലുകൾ കൊണ്ടും വടികൾ കൊണ്ടുമായിരിക്കും ഏറ്റുമുട്ടുക എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ ഞാൻ ഇവിടെ ഓർക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാടധികം അറിവുകൾ പകർന്നു വരുന്നതിലേക്ക് മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും, എങ്ങാനും ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു കാരണവശാലും ഇത്തരം വലിയൊരു യുദ്ധത്തിലേക്ക്, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഈ ഒരു വിഷയം എത്താതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.